ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇവിടെ ഇപ്പോൾ ആ ഷോറൂമിലത്തെ മാനേജർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അയാളുടെ ഷോറൂമിലെ ഒരു പുതിയ കാർ വന്നു. അത് ഏതൊരു കാർട്ടൂൺ കാറാന്ന് പറയണേ. ഈ കാർട്ടൂൺ കാർ എന്താണോ സംഭവം? ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണേ. എന്തിട്ടായാലും ചെന്ന് നോക്കി നോക്കാം. നമുക്കിനി നേരെ ഷോറൂമിലേക്ക് പോവാം. ഞാൻ പിന്നെ വേറൊരു സൂപ്പർ കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഏതാ വണ്ടിന്ന് കുറച്ച് പേർക്ക് മനസ്സിലായിണ്ടാവും. ഇതാണ് പഗാനി സൊണ്ട. ഇതും നൈസ് കാറാണ് കേട്ടാ. ഈ കാറും അത്യാവശ്യം സ്പീഡിലൊക്കെ പോവും. എന്തെങ്കിലും ആവട്ടെ, നമുക്കിനി നേരെ ഷോറൂമിലേക്ക് പോവാം. ഷോറൂം പിന്നെ ഇവിടെ അടുത്താണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, നമ്മളെങ്ങനെ ഷോറൂമിൽ വന്നേക്കാ. ഈ കാർ നമുക്കിവിടെ ഡ്രിഫ്റ്റ് അടിച്ച് പാർക്ക് ചെയ്യാം. എന്നിട്ട് അയാളോട് സംസാരിക്കാം. ഹലോ ചേട്ടാ, അതെ ചേട്ടൻ നേരത്തെ ഒരു കാറിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഒരു കാർട്ടൂൺ കാറ്. എനിക്ക് ആ കാറ് മേടിക്കാൻ താല്പര്യമുണ്ട്. ആണോ? എന്നാ ശരി, നിനക്ക് ഞാൻ ആ കാർ തരാം. പക്ഷെ അതിന് പകരം നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എന്നെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ ആ കാർ നിനക്ക് ഫ്രീ ആയിട്ട് തരാം. ആണോ? എന്നാ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? എടാ ജാക്കേ, അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ്റെ പേര് ഫ്രാങ്ക്ലിൻ ആണ്. ആ ഫ്രാങ്ക്ലിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. എന്തിനാ അറസ്റ്റ് ചെയ്തെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. നീ അപ്പോൾ ഒരു കാര്യം ചെയ്യ്, ആ ഫ്രാങ്ക്ലിനെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് ഇറക്ക്, എന്നിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ. അങ്ങനെയാണെങ്കിൽ ആ കാർട്ടൂൺ കാറില്ലേ, അത് നിനക്ക് ഫ്രീ ആയിട്ട് തരാം. ആണോ? എന്നാ ശരി, ഞാനിപ്പോൾ അവനെ പുറത്തേക്ക് ഇറക്കാം. ഗൈസ്, അതെ ഈ ഷോറൂമിന്റെ മാനേജർ പറയണതേ അവന്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന്. അവന്റെ പേര് ഫ്രാങ്ക്ലിൻ ആണ്. ഈ ഫ്രാങ്ക്ലിൻ ആക്ച്വലി എന്റെയും കൂടി ഫ്രണ്ട് ആണ് കേട്ടാ. എന്നാലും അവൻ എന്തിനാണോ പോലീസ് അറസ്റ്റ് ചെയ്തേ? അവനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നാ ആ ഷോറൂമിന്റെ മാനേജർ പറയണേ. എന്നിട്ടായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. എന്നിട്ട് ഫ്രാങ്ക്ലിനെ പുറത്തിറക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഷോറൂമിന്റെ മാനേജർ ഇല്ലേ, അയാൾ എനിക്ക് ആ കാറ് ഫ്രീ ആയിട്ട് തരുമെന്നാ പറഞ്ഞേ. ഓക്കെ, നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേക്കാ. ഈ കാർ നമുക്ക് ഇവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് പോലീസുകാരോട് സംസാരിക്കാം. ഇതുണ്ടില്ലേ, ഫ്രാങ്ക്ലിൻ ഇവിടെ നിൽക്കണ്ടിട്ടാ. എടാ ഫ്രാങ്ക്ലിനെ, നീ ടെൻഷൻ അടിക്കണ്ട. നിന്നെ ഞാനിപ്പോൾ പുറത്തേക്ക് ഇറക്കാം. ഞാൻ ആ പോലീസുകാരോട് സംസാരിക്കാം. ഹലോ സാറേ, അതെ ആ ഫ്രാങ്ക്ലിനെ ഒന്ന് പുറത്തേക്ക് ഇറക്കോ. അവനിപ്പോൾ എന്തോട് തെറ്റാ ചെയ്തേ? അതിപ്പോ നീ അറിയേണ്ട ആവശ്യമില്ല. അല്ല, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? അതെ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് സ്ഥലം വിട്ടോ, അതായിരിക്കും നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിടും. ഉള്ള കാര്യം പറയാം. എന്നിട്ട് നിങ്ങളെന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിടേ? ആര്? നിങ്ങളാ? നിങ്ങളതിന് ജീവനോടെ ഉണ്ടായാലല്ലേ? എന്നിട്ടായാലും ഒരൊറ്റണത്തിനും വെറുതെ ഇല്ല, എല്ലാത്തിനും തീർത്തളയും. എന്നിട്ട് ആ ഫ്രാങ്ക്ലിനെ പുറത്തേക്ക് ഇറക്കും ചെയ്യും. ചാവട അങ്ങോട്ട്, ചാവ്. ഇതെന്തത്, ബാറ്റ് വെച്ച് അടിച്ചിട്ട് ഒരു ചാവണില്ല. എന്നാ പിന്നെ RPG വിടാം. എന്നാ പിടിച്ചോ. ഇതണ്ടില്ലേ, പോലീസുകാര് വണ്ടി അടക്കം അകത്തേക്ക് കയറ്റി. എല്ലാം നമുക്ക് കത്തിച്ചളയാം, ഒന്നും ബാക്കി വെക്കണ്ട. ഈ പോലീസുകാരുടെ വിചാരേ എന്നെ സുഖമായിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന. അതൊക്കെ ഇവരുടെ വരും തോന്നല. ഇവർക്ക് അറിയില്ല ഞാൻ ഈ സിറ്റിയിൽ വലിയൊരു ഗ്യാങ്സ്റ്ററാന്ന്. എന്നാ പിടിച്ചോ, ചാവങ്ങോട്ട്. ഒരൊറ്റണത്തിനും വെറുതെ ഇല്ല. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മളെ എല്ലാവരും തീർത്തളഞ്ഞു, ഒരാളിനെയും ബാക്കി വെച്ചില്ല. ഇനിയിപ്പോ നമുക്ക് ഫ്രാങ്ക്ലിനെ പുറത്തേക്ക് ഇറക്കാണ്ടാ. എന്നിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് സ്ഥലം വിടാം. ഈ ഗേറ്റ് ഇപ്പം നമുക്ക് ഓപ്പൺ ആക്കാം. എടാ ഫ്രാങ്ക്ലിനെ വായോ, നമുക്കിനി ഇവിടെ നിന്ന് പോവാം. ഇനി ഇവിടെ നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ല. അല്ലടാ ജാക്കേ, നിനക്കപ്പോൾ എങ്ങനെ മനസ്സിലായേ ഞാൻ ജയിലിലുള്ളതെന്ന്? അതൊക്കെ ഉണ്ട്. ആ ഷോറൂമിന്റെ മാനേജർ നിന്റെ ഫ്രണ്ടാണല്ലേ? അയാളാണ് എന്നോട് ഈ കാര്യം പറഞ്ഞേ, നിന്നെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. ഞാൻ അപ്പം തന്നെ നിന്നെ രക്ഷിക്കാൻ വന്നു. നിന്നെപ്പോൾ ഞാൻ ഏതായാലും രക്ഷിച്ചു. അയാൾ എനിക്ക് ഒരു കാറ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊരു കാർട്ടൂൺ കാറാന്ന് പറയണേ. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല, ചെന്ന് നോക്കി നോക്കണമെന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോവാം. ഗൈസ്, അതിനു മുൻപ് ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടെ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമ്മളങ്ങനെ വീണ്ടും ഷോറൂമിൽ വന്നേക്കാ. ഹലോ ചേട്ടാ, ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ഫ്രാങ്ക്ലിനെ പുറത്തേക്ക് ഇറക്കി. ഇവനെ സേഫായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇനി എനിക്ക് ആ കാർട്ടൂൺ കാർ തന്നേക്ക്. ആടെ ജാക്കേ, ആ കാർ ഞാൻ ഇവിടെ ഷോറൂമിന്റെ ബാക്കിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. പോയിട്ട് അതിന്റെ ഡെലിവറി എടുത്തോ. ആണോ? എന്നാ ശരി, ഞാൻ പോയിട്ട് അതിന്റെ ഡെലിവറി എടുത്തോളാം. ഗൈസ്, അയാൾ പറയണതേ ആ കാറ് ഷോറൂമിന്റെ ബാക്കിലുണ്ടെന്നാ.
നമുക്കൊന്ന് ചെന്ന് നോക്കി നോക്കാം. ഒരു മിനിറ്റ് ഗൈസ്, ഇതുണ്ടില്ലേ, ഇതാണ് കേട്ടാ ആ കാർട്ടൂൺ കാറ്. എന്നാലും ഇതെന്തത്, ഒരു വെറൈറ്റി കാറായിണ്ട് കേട്ടാ. സംഭവം കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മളെപ്പോഴും സൂപ്പർ കാറ് സൂപ്പർ ബൈക്കൊക്കെ മേടിക്കാറ്. ഇപ്രാവശ്യം ഒരു വെറൈറ്റി കാറ് നമ്മൾ മേടിച്ചു. ഈ കാറിന്റെ പേരെന്താണോ ഓട്ടാ? ഏത് കാർട്ടൂണിലെ കാറാണാവോ ഇത്? ആ, എന്നിട്ടായാലും സംഭവം കുഴപ്പമില്ല. ഈ കാറ് കാണാൻ നൈസായിണ്ട്, ഒരു രക്ഷയുമില്ല. ഈ കാറ് പിന്നെ അത്യാവശ്യം സ്പീഡിലും പോവും, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പോ വേറെ മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. വീട്ടിൽ പോയിട്ട് രാജുട്ടനൊക്കെ കാണിച്ചു കൊടുക്കാം. ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.